നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കല്യാണം ഗംഭീരമായി നടത്തണമെന്ന് പറഞ്ഞപ്പോ ചിലവിന്റെ കാര്യം കേട്ടല്ലേ ചേട്ടൻ ബോധം കെട്ടുപോയത്. അതിനുള്ള പരിഹാരമാ ചെറിയമ്മ പറഞ്ഞത്. അവരുടെ ആഭരണങ്ങൾ പണയം വെച്ച് പണം തരാന്ന്. നമ്മുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെയല്ലേ ചെയ്യ. അങ്ങനെയും പറഞ്ഞു ചെറിയമ്മ. എന്റെ അനിയാ, നീ ഇപ്പൊ പറഞ്ഞ വിഡിത്ത കേട്ട് എനിക്ക് ചിരി വരുവാ. എന്തറിഞ്ഞിട്ടാ ജയ നീ പറയുന്നേ? ഇതൊക്കെ രാജപ്രതാപന്റെ കുരുട്ട് ബുദ്ധിയാ. അയാളുടെ ഭാര്യ ഇങ്ങോട്ടയച്ച് പറയിച്ചതാ. എന്നിട്ട് വേണല്ലോ അയാൾക്ക് കല്യാണ പന്തൽ വന്നൊരു പ്രസംഗം നടത്താൻ. ഹരി, നീ ദേഷ്യപ്പെടാതിരുന്ന ഞാനൊരു കാര്യം പറയാം. ശിവമെന്ന് പറയുന്നത് കേട്ട് കല്യാണമേ നടത്തേണ്ടത് നീ പറഞ്ഞില്ലേ? അങ്ങനെ സംഭവിച്ചാലും രാജൻ നമ്മളെ അപമാനിക്കും മോനെ. ആ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അഭിലാഷേ, ഒന്ന് വന്നേ. നീ ഇരുന്നേ. ഒക്കെ കേട്ടില്ലേ? ഈ വിവാഹം നടക്കാതിരിക്കാൻ ആ നീചൻ രാജപ്രതാപം നടത്തുന്ന വേലകളെ കുറിച്ച് കേട്ടില്ലേ? ഓഫീസിന്റെ പാർക്കിങ്ങിൽ വെച്ച് നീ എന്നോട് പറഞ്ഞതും ഈ കല്യാണം മുടങ്ങണമെന്നായിരുന്നില്ലേ? എടാ, ഈ പുതിയ സാഹചര്യത്തിൽ അതൊന്ന് മാറ്റി ചിന്തിക്കണം നമ്മള്. എങ്ങനെ? എടാ, അച്ഛനിപ്പോ പറഞ്ഞത് കേട്ടില്ലേ? ഈ കല്യാണം മുടങ്ങിയ ജയിക്കുന്നത് അവരാ. ഓ, അങ്ങനെ. അതുകൊണ്ട് ഈ കല്യാണം നടക്കണം. എത്ര കാശ് ചെലവായാലും നടക്കണം. എന്താ നിന്റെ അഭിപ്രായം? ഹരി, സന്യാസിനി പറഞ്ഞിടത്തേക്ക് എത്തുന്നു കാര്യങ്ങൾ. അവരൊരു മഹാബുദ്ധിജീവിയാ. മനസ്സിലാവുന്ന ഭാഷ പറയടാ. എടാ, നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരേ ഒരു കല്യാണം ഇതാ. ഇത് ആഘോഷമായിട്ട് തന്നെ നടത്തണം. ശരിയാ, ആതിരയുടെ അച്ഛൻ പറഞ്ഞ കല്യാണ ചെലവ് കുറച്ചധികം തന്നെയാ. എന്നാലും സാരമില്ല, ഈ കല്യാണം നടക്കണം. കാണട്ടെ ആ രാജപ്രതാപൻ, മനസ്സിലാക്കട്ടെ അയാള് ഈ ഹരികൃഷ്ണൻ ആരാണെന്ന്. 100% കറക്റ്റ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പൊ ആതിരയുടെ അച്ഛൻ പറഞ്ഞ ചെലവിന് ഇനി കൂടരുത് എന്ന് നീ പറയൂ ആതിരയോട്, അതോ ആ ജോലി എന്റെ തലയിൽ വെക്കോ? ഞാൻ തന്നെ പറയുന്നതാ ശരി. ഇവിടെ 100% കറക്റ്റ്. നീ ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പൊ വരാം. എവിടേക്കാ? എടാ, ഓടുമ്പോ കൂടെ ഓടാൻ മറ്റു ചിലരും വേണ്ടേ?